ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നാണ് എന്റെ ട്രെയിനിങ് വരുന്നത്. ഈ ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഡൽഹിയിലേക്ക് തന്നെ ഒരു ദിവസത്തിന് വന്നിട്ട് ഞാൻ രാവിലെ തന്നെ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. കാരണം ഞാൻ ഇന്നത്തെ ദിവസം തന്നെ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് പോകുന്നുണ്ട്. ഇവനാണ് ഡൽഹിയിൽ എന്റെ ഹോട്ടലിൽ റൂംമേറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അത് തന്നെ ഞാൻ പെട്ടിങ് അടക്കൊക്കെ എടുത്തിട്ടാണ് ഞാൻ ട്രെയിനിങ് സെന്ററിലേക്ക് പോയിട്ടുണ്ടായത്. ബാംഗ്ലൂർ സ്റ്റേഷനിൽ ഞാൻ മാത്രം ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് ആരും പരിചയമില്ല. അതുകൊണ്ട് നേരെ ക്ലാസ്സിലേക്ക് തന്നെ കയറി. ക്ലാസിന്റെ പുറത്ത് തന്നെ ഒരു ബോയിങ് 737 മിനിയേച്ചർ ഉണ്ടായിരുന്നു. ഈ ഒരു ഫ്ലൈറ്റ് ആണ് മെയിൻ ആയിട്ട് ഇപ്പൊ അക്കാസ് ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യും. പിന്നെ അങ്ങോട്ട് ക്ലാസ് തുടങ്ങി ഉച്ചയായപ്പോഴാണ് ഒരു ബ്രേക്ക് തന്നെ കിട്ടുന്നത്. ലഞ്ച് ബ്രേക്ക് ആയിരുന്നു. ഞാൻ എന്റെ കൊളീഗ്സിന്റെ കൂടെ അപ്പോഴേക്ക് ഞങ്ങൾ എല്ലാവരും ചെറുതായിട്ടൊക്കെ ഒന്ന് കമ്പനി അപ്പൊ നേരെ കൊളീഗ്സിന്റെ കൂടെ അവർ ഫുഡ് കഴിക്കാൻ പോയി. എനിക്ക് നോമ്പായതുകൊണ്ട് തന്നെ ഞാനൊന്നും കഴിച്ചില്ല. ഇനി കമന്റിൽ വന്നിട്ട് നിങ്ങൾ എല്ലാവരും ചോദിക്കാൻ നിൽക്കേണ്ട എന്താ നോമ്പെടുത്തിയില്ല, എന്താ കഴിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഞാൻ അന്ന് നോമ്പെടുത്തിന് അതുകൊണ്ട് ഒന്നും കഴിച്ചു. അങ്ങനെ ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ച് ക്ലാസ്സിലേക്ക് എത്തി. പിന്നെ വൈകുന്നേരമാണ് ഞാനൊന്ന് ഫ്രീ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ക്ലാസ്സും എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ബാംഗ്ലൂരിലേക്ക് തന്നെ പോവാം. ഞാൻ വിചാരിച്ചു അന്നത്തെ ദിവസം എന്റെ ഫ്ലൈറ്റ് മിസ്സായിരുന്നു. കാരണം അത്രത്തോളം ബ്ലോക്ക് ആയിരുന്നു. എയർപോർട്ട് വരെ ഉണ്ടായിനി. ഏതായാലും എയർപോർട്ടിന്റെ അവിടെ എത്താനായി എനിക്ക് സമാധാനമായി. എയർപോർട്ടിന്റെ അവിടെ തന്നെ ആ ടൈമിന് കൃത്യമായി. എന്നിട്ട് പിന്നെ എന്റെ കൂടെ സഹചാരികളായിട്ടുള്ള എന്റെ പെട്ടികൾ 2 എടുത്തിട്ട് ഞാൻ നേരെ കൗണ്ടേഴ്സിലേക്ക് പോയി. കൗണ്ടേഴ്സിൽ പോയിട്ട് ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടിയിട്ട് പിന്നെ ഞാൻ നേരെ SHA കയറി. അങ്ങനെ ഗേറ്റ് ഒക്കെ തപ്പി പിടിച്ച് ഞാൻ അവിടെ എത്തിപ്പിയാണ് ഈ ഒരു സാധനം എന്റെ കണ്ണിൽ. ഇത് ലേഡീസിന് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ആയിട്ട് എനിക്ക് തോന്നി. ആൻഡ് ഇതുപോലുള്ള മെഷീൻസ് എല്ലായിടത്തും വരണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റിൽ നിങ്ങൾ അറിയിക്കും. ചെറിയൊരു രീതിക്ക് ഫ്ലൈറ്റ് ഡിലേ ഉണ്ടായിരുന്നു. 9:50 പോകുന്ന പറഞ്ഞ ഫ്ലൈറ്റ് 10 മണിക്ക് ശേഷമാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഗേറ്റിൽ കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ബോർഡിംഗ് സ്റ്റാർട്ടായി. ഞാൻ പിന്നെ ലാസ്റ്റ് ആയിക്കോട്ടെ, എല്ലാ തിക്കും തിരക്കും കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ എത്രയൊക്കെ ഫ്ലൈറ്റിന്റെ ലൈഫിൽ കണ്ടെന്ന് പറഞ്ഞാലും ഓരോ തവണ ഞാനത് കാണുമ്പോഴും എനിക്ക് ഫസ്റ്റ് ടൈം കാണുന്ന ഒരു ഫീലാണ് എപ്പോഴും കിട്ടുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ അത്രത്തോളം അത് ആസ്വദിക്കുന്നു. വന്നപ്പോഴും എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയില്ല, എന്നാൽ പോകുമ്പോൾ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടി. നിങ്ങൾക്ക് എല്ലാ കാഴ്ചകളും കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇന്ന്. പക്ഷേ രാത്രിയല്ലേ, നട്ടപ്പാതിരാക്കി എന്ത് കാണാനാണ്. അങ്ങനെ ഞങ്ങൾ ഡൽഹിനോട് ഇപ്പൊ തൽക്കാലത്തിന് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോവാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഫുഡ് വന്ന് ഞാൻ നോമ്പ് തുറന്നതിന് ശേഷം ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്ന ഗാർലിക് ഫ്രൈഡ് റൈസ്. ഇനി ഒന്നും കഴിക്കാണ്ടത് കഴിക്കണോണ്ടാണോ എന്ന് എനിക്കറിയില്ല. നല്ല രീതിക്കുള്ള ടേസ്റ്റ് ഉണ്ട്. അതിന്റെ കൂടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ഒരു ക്യാപ്പച്ചീനോ ആയിട്ടോ. ഇപ്പൊ എന്താ ഇവൻ ഫ്രൈഡ് റൈസിന്റെ കൂടെ ക്യാപ്പച്ചീനോ കുടിക്കണമെന്നൊന്നും പറയണ്ട. അന്നേരത്തെ എനിക്ക് അത് കുടിക്കാൻ തോന്നി. അതുകൊണ്ട് തന്നെ ഞാനത് കുടിച്ചു. നല്ല രീതിക്കുള്ള ടേസ്റ്റ് അപ്പോഴും ഉണ്ട്. ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴോ ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. പിന്നെ കണ്ണ് തുറക്കുമ്പോൾ ഞാൻ ബാംഗ്ലൂർ എത്തി. പിന്നെ ഒന്ന് മര്യാദയ്ക്ക് ബോധം വന്നപ്പോൾ തന്നെ എല്ലാവരും ഇറങ്ങിപ്പോകാൻ തുടങ്ങി. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എനിക്ക് തിക്കും തിരക്കില്ലാത്തതുകൊണ്ട് ഞാൻ ഏറ്റവും ലാസ്റ്റ് ആണ് ഇറങ്ങിപ്പോകുന്നത്. ഈ സ്ഥലങ്ങളൊക്കെ നമുക്ക് സുപരിചിതമായതുകൊണ്ട് തന്നെ ഞാൻ സാവധാനത്തിൽ മെല്ലെയാണ് എന്റെ ബാഗും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോയത്. 2 ട്രോളി ഉണ്ടായിന്. അതിൽ ഒരു ട്രോളിൻ്റെതും ഒരു ട്രോളി ഇവിടെ തിരിച്ച് എയർപോർട്ടിൽ ഏൽപ്പിക്കാനുള്ളത്. ഇനി അതുകൊണ്ട് തന്നെ ഞാൻ അത് എടുത്ത് ഏൽപ്പിച്ച് എന്റെ ക്യാബിനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. കുറേ നേരം ക്യാബിനും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് എപ്പോഴാണ് വരുന്നതെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഒരു 1/2 മണിക്കൂറിന് ശേഷം എന്റെ ക്യാബ് വന്ന് തിരിച്ച് റൂമിലേക്ക് ഞാൻ വിട്ടു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ. ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. അടുത്തൊരു നല്ലൊരു വീഡിയോ എത്തുന്നവരേക്കും ഇറ്റ്സ് മീ ബാച്ച സൈനിങ് ഓഫ്.